ഇന്നത്തെ വീഡിയോ ഉച്ചയൂണ് ഒരുക്കുന്ന വീഡിയോയാണ് കാണിക്കുന്നത്. രാവിലെ നല്ല കാറ്റുണ്ട്. മുറ്റമൊക്കെ അടിച്ചിട്ടാണ് ഞാൻ ഈ അടുക്കളയിലോട്ട് കയറേണ്ടത്. അപ്പോൾ രാവിലത്തെ കാപ്പി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. മുറ്റമൊക്കെ അടിച്ച് ചെടികൾക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നേരെ അടുക്കളയിലോട്ട് കയറി കേട്ടോ. ഞാൻ മുറ്റം അടിക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ അടുപ്പിലോട്ട് ഇട്ടിട്ടാണ് ഇറങ്ങിയത്. അന്നുടനെ ഒരു ഗ്ലാസ് ചായയൊക്കെ ഒന്ന് ചൂടാക്കി കുടിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ചായ ഇട്ട് കുടിച്ചു, എന്നാലും ചായ കുടിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു ഗ്ലാസ്സും കൂടെ ചൂടാക്കി കുടിച്ചു. പിന്നെ ഇത് മീൻ കൊണ്ടുവന്നത് മത്തിയായിരുന്നു കേട്ടോ, ചെറിയ ചാള. അപ്പോൾ അത് ഞാൻ വെട്ടിക്കഴുകി എടുക്കുന്നുണ്ട്. മീൻ എപ്പോൾ കൊണ്ടുവന്നാലും ഈ പൂച്ചക്കുട്ടികൾ ഇവിടെ വരും കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. മീനൊക്കെ വെട്ടി തേച്ച് കൊണ്ടുവന്ന് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പീര വറ്റിക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ മുളക് കറിയും വെക്കുന്നുണ്ട് കേട്ടോ, അതായത് പുളിയും മുളകും. പീര വറ്റിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, അതുപോലെ കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുക്കുന്നുണ്ട്. മാങ്ങയും പുളിപ്പിന് വേണ്ടിയിട്ട് ഞാൻ മാങ്ങ കേട്ടോ ചേർത്തത്. ഒരു മാങ്ങ വാപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാങ്ങയും ഒരു പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മീനിലേക്ക് തട്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നേരെ അങ്ങ് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ക്യാബേജ്, അതുപോലെ ബീട്രൂട്ട്, കുറച്ച് അമരപ്പയറും കൂടെയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു, മീൻ തോരൻ കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും വെളിച്ചെണ്ണ ഒഴിച്ച് മാറ്റി. മീനാണെങ്കിൽ ഞാൻ പുളിയും മുളകും വെക്കുകയും ചെയ്തു കേട്ടോ. അതിൻ്റെ റെസിപ്പിയെല്ലാം നമ്മൾ വ്ളോഗിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് തോരനൊക്കെ അടുപ്പിലാക്കി അതും സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകിയെടുത്തു. അങ്ങനെ ചോറൊക്കെ ഊറ്റി അതൊന്ന് പൊരിച്ചിറക്കി. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.